ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമുക്ക് ഞങ്ങളുടെ രാത്രിത്തെ കുറച്ച് വിശേഷം കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ പരിപാടി. ഇപ്പോൾ നിലവിൽ രാത്രി ആയിക്കിനി ഞങ്ങൾക്ക് നേരം വെളുത്ത പോലെയാണ്. ഒരേ കളിയും ചിരിയും ബഹളവും. അച്ഛൻ്റെ കൂടെ ഒരേ കളിയാണ് കേട്ടോ. ഉറങ്ങാനായിട്ട് എങ്ങനെ വന്നാലും 1-2 മണി ആവുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ആള് രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യും. ഇതൊക്കെ നല്ല കളിയാട്ടോ രണ്ടുപേരും കൂടി. ഇടയിൽ ഞാൻ വിളിക്കുന്ന സമയത്ത് തന്നെ നോക്കുന്നുണ്ട്. അതാ കട്ടിലിൽ പിടിച്ച് നിൽക്കണേന്ന് കേട്ടോ. അപ്പോൾ ആള് പിടിച്ച് നിൽക്കാറൊക്കെ ആയി. അപ്പോൾ എവിടെ എന്ത് കണ്ടാലും പിടിച്ച് കാരണം ഒരേ കളിയാണ്. അടിച്ചു അതെന്താ അങ്ങനെ അരിച്ചം പിന്നെ അരിച്ചം അരിച്ചുവനെ നീവന് അമ്പൂ അരിച്ചോളത്. ഏട്ടാ എട്ടിപ്പ എവിടെയാണ്? ഇവിടെ രാത്രി ആയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫുൾ പവറാണ്. ഒരേ കളിയും ചിരിയും ബഹളവും. പകല് ഇത്രയും ഉണ്ടാവില്ല. പകല് ഫുഡ് കഴിച്ചാൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. അതുപോലെയല്ലേ രാത്രി നല്ല കളിയാള്. നല്ല ഹാപ്പി ആയിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. നമ്മൾ എന്ത് സംസാരിച്ചാലും അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ ആള്. ഗുഡ് നൈറ്റ് ആണ് എന്താ പറയണെന്നൊക്കെ നല്ല ശ്രദ്ധിക്കൂ. അങ്ങനെ രാവിലെ ആയിട്ടാ. രാവിലെ എണീറ്റിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഉറക്കം തെളിഞ്ഞിട്ടില്ല ആളുടെ. അതാ കേട്ടോ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഉറക്കം തെളിഞ്ഞു തന്നെ ഉള്ളു. എന്തൊക്കെ ചെയ്തിട്ട് ചിരിക്കുള്ള ആള്. അങ്ങനെ തന്നെ ഞങ്ങൾ കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാൻ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഉറക്കത്തിൻ്റെ ഒന്നും ഇപ്പോഴും മുഖത്തൊന്നും മാറിയിട്ടില്ല. ഇളം വെയിലില്ലേ, രാവിലത്തെ ഇളം വെയിൽ കൊള്ളാൻ വന്ന് നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ പാളിച്ചിരി ഓണായിട്ടാ. ഏകദേശം ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. എന്നാലും ചെറിയ ചെറിയ ഇറക്ക് കോട്ടവായൊക്കെ ഇടുന്നുണ്ട്. അതാ ഇവിടെ ഒരാൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് ആളുടെ തൈറോയിഡിന്റെ മരുന്നാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് ആദ്യം തൈറോയിഡിന്റെ മരുന്ന് കഴിക്കണം. അത് കലക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അച്ഛനും മോള് കഥയൊക്കെ പറഞ്ഞ് അതിങ്ങനെ കഴിക്കും. അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ഓരോ പണികളൊക്കെ ചെയ്യണത്. രാവിലത്തെ ചോറ്, കറി, അടുക്കളയിലെ പണി, കുട്ടിയുടെ കുറുക്ക് എല്ലാം അതിൻ്റെ ഇടയിലാവൂട്ടാ. അങ്ങനെ ആളുടെ കുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. റാഗി ആട്ടോ രാവിലെ കൊടുക്കുന്നത്. ഇതൊക്കെ കുളി കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കളിയാണ് കേട്ടോ. ഇത് കുളിച്ച് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഞാൻ കൂളുണ്ടാക്കാൻ പോയ വഴിയിൽ ഇരുന്ന് രണ്ടുപേരും കൂടി കളിക്കുന്നതാണ്. അങ്ങനെ തപ്പ് കൂട്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്നെ കണ്ടപ്പോഴൊക്കെ ഓടി വരുന്നുണ്ട് എൻ്റെ അടുത്തോട്ട് വിശന്നിട്ട്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഡോസ് ആയിട്ടുള്ള കിടപ്പാണ് ഈ കാണുന്നത്. നല്ല ഉറക്കം വരുന്നുണ്ട് ആശാന്. തലയിൽ നിറയെ ഉണ്ടാക്കിയിട്ട് കുളിച്ചതോട് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ എഴുതി. കണ്ണങ്ങനെ എഴുതില്ല, പിരുകനെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അങ്ങനെ സുന്ദരി ആക്കിയിട്ടുണ്ട്. അതങ്ങനെ ഏട്ടൻ്റെ വർക്കിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇറങ്ങി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി.
ഞാൻ വോയിസ് ഇടുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇടക്കിടക്ക്. നമ്മൾ എന്ത് വർത്താനം പറഞ്ഞാൽ ആൾക്ക് അതിലൊപ്പം അനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ആളിപ്പോ നല്ല ഉറക്ക സമയത്താണ്, അങ്ങനെ മെല്ലെ ഗേറ്റ് തുറന്നാട്ടോ കാണുന്നത്. സൗണ്ട് കേട്ട് എനിക്കുണ്ടാ പറഞ്ഞിട്ട്. നാളെ വർക്കിന് പോയിട്ടാ. അപ്പൊ ഞാൻ വേഗം എണീക്കണ മുമ്പ് വേഗം തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ പോവാ വിചാരിച്ച് കുളിക്കാൻ പോയതാട്ടോ. രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചു. ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആട്ടോ. അപ്പൊ ഞങ്ങളുടെ അവിടെ 2 ദൈവങ്ങളുണ്ട്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ. നല്ല സ്പെഷ്യല് കാണിച്ചതാട്ടാ. ഇതാട്ടോ, പപ്പടം ഉണ്ട്, രസമുണ്ട്, കൈപ്പയ്ക്ക ഉപ്പേരി, പാവയ്ക്ക ഉപ്പേരി. ഇതാണ് ഇന്നത്തെ സ്പെഷ്യല്. ഇപ്പൊ രാവിലത്തെ കുറെ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്താ പറയാ, രാവിലെ എനിക്ക് ഒരു ഓട്ടമാണ്. എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് പോകണമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു മഴ. തുണി എടുക്കുക അതന്നെ പരിപാടി. രാവിലെ അലക്കും കുളിയും തിരുമ്മലും തുടക്കലും കഴിക്കലും കുട്ടിക്ക് യൂണിവേഴ്സിനൊക്കെ രാവിലത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചക്കൊക്കെ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ക്യാരറ്റും മത്തനൊക്കെ വേവിക്കണം. ചോറൊക്കെ കൊടുക്കണം. ചോറ് ഉടച്ചിട്ടൊക്കെ കൊടുത്തോണ്ടിരിക്കണം. അടുത്ത് വരാൻ പരിപാടി. രാവിലത്തെ കഴിക്കലും കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ആൾക്ക് നല്ല ഉറക്കമാണ്. എനിക്കിട്ട് വേറെ അയക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാ സമയത്തും എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര ഉണ്ടാവില്ല. ഏട്ടനുള്ള സമയത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ ഫോൺ എനിക്ക് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചില സമയത്ത് എന്താ പറയുക, സ്റ്റക്കായി പോകും. സംഭവം ഒന്നും അറിയില്ല. ഇത് പുതിയ പരിപാടിയാണ്, പുതിയൊരു അസുഖമാണ്. പിന്നെ എല്ലാവരും ഞങ്ങളുടെ കുട്ടി വ്ളോഗാണ്, കുട്ടി വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും